അയാളെ കയ്യിൽ 10 മൊബൈൽ ഫോൺ ഉണ്ട്, 10 സിം ഉണ്ട്. അതിങ്ങനെ ഓരോന്ന് മാറി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പോലീസിന് ട്രേസ് ചെയ്ത് കണ്ടെത്താൻ പറ്റാത്തത്. പിന്നെ ഇവരെ ബാംഗ്ലൂർ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഇവരെ ബാംഗ്ലൂർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയ പേജിൽ കണ്ടു. ഇത്ര മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിലും കേരള പോലീസിന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഇനി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക? പോലീസ് സ്റ്റേഷനിലോ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭർത്താവിനെ വേണ്ട, എനിക്ക് ഇന്ന ആളുടെ കൂടെ പോകാനാണ് ആഗ്രഹം എന്ന് തന്നെയല്ലേ പറയുക. അവിടെയും പിന്നെ നാണം കിടന്ന ആരാണ്? ഈ ചങ്ങാതിയല്ലേ, ആ ഭർത്താവല്ലേ, പ്രവാസിയായ മനുഷ്യനല്ലേ. അയാൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാതിരിക്കാൻ നല്ലത്. പക്ഷെ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. കൊടുക്കണം. കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് അയക്കുമ്പോൾ ചില സ്ത്രീകൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഒരുപാടായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവനെത്ര 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്, ഒരു കൈക്കുഞ്ഞുണ്ട്, പിന്നെ 8-9 വയസ്സുള്ള, അത് മൊത്തം 3 കുട്ടികളുണ്ട്. ആ മക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഷഹലയുടെ കൂടെ അല്ലെ, കോഴിക്കോടുള്ള ഷഹലയുടെ കൂടെ അല്ല, ഷഹലയെ അടിച്ചു മാറ്റി കൊണ്ടുപോയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീ, സ്വന്തം ഭാര്യയെ വഞ്ചിക്കുന്ന ഒരു പുരുഷൻ, രണ്ടുപേരും രണ്ടുപേരുടെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിയും. ആ സമയത്ത് എന്താ തിരിച്ചു വരുമ്പോൾ ഒരു കൂര ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയോട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം വീടുകളിലേക്ക് മാറി നിന്ന ഈ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഇത് തീരെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തലാക്ക് ചൊല്ലി, അല്ലെങ്കിൽ ഒരു ബന്ധം വേറിട്ടിയതിന് ശേഷം നിങ്ങൾ വേറെ ആൾക്കാരെ കൂടെ പോകുന്നതിന് എന്ത് തെറ്റാണുള്ളത്? ഇതിപ്പോ ആ പയ്യനെയും അവന്റെ കുടുംബക്കാരെയും നാണക്കെടുത്തിന് തുല്യല്ല. അതൊന്നും വേണ്ട. പ്രസവിച്ച് കിടക്കുന്ന ആ പാവപ്പെട്ട ആ ഒരു സ്ത്രീ, അവർക്കും നാണക്കേടല്ലേ? വിസാൽ മീഡിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടൊരു കറക്റ്റ് പോയിന്റ് പറയുന്നത് വിസാൽ മീഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഏതൊക്കെ ഷോർട്ട് ഫിലിം അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ഒന്ന് കാണാം. ആ കൊണ്ടുപോയ ഒരാൾ ആ കാണാതായ സ്ത്രീയുടെ വീടിനടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പുകാരനാണ്. ആ മൊബൈൽ ഷോപ്പുകാരൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു 6 മാസമായ ഒരു കുട്ടിയുണ്ട്, പാവം. അയാളുടെ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചൊക്കെ 9, 7, 6 മാസം പ്രായമുള്ള 3 കുട്ടികൾ. അയാളുടെ ഭാര്യ നല്ലപോലെ സ്നേഹിച്ചിരുന്നതാണ്. എന്നിട്ട് ഇവളെ കിട്ടിയപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി പോയി. അയാളെ കയ്യിൽ 10 മൊബൈൽ ഫോൺ ഉണ്ട്, 10 സിം ഉണ്ട്. അതിങ്ങനെ ഓരോന്ന് മാറി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പോലീസിന് ട്രേസ് ചെയ്ത് കണ്ടെത്താൻ പറ്റാത്തത്. പിന്നെ ഇവരെ ബാംഗ്ലൂർ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഇവരെ ബാംഗ്ലൂർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയ പേജിൽ കണ്ടു. അങ്ങനെ ബാംഗ്ലൂർ കണ്ടെത്തിയതായിട്ട് വിവരം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ കിട്ടട്ടെ, കോടതിയിൽ ഹാജരാവട്ടെ. അപ്പോൾ അതായാലും ഇവരെ കിട്ടിയിട്ടില്ല. പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ട. ആ കുട്ടീൻ്റെ ഒരു കൂടെ ആ കുട്ടീനെ കണ്ടെത്തേണ്ട. ആ കുട്ടിയുടെ വാപ്പാടെ ഒരു മനസ്സിലെന്താവും, ഇവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, നമ്മുടെ കോടതിക്ക് വ്യക്തി സ്വാതന്ത്ര്യമാണ് വലുത്. 2 വ്യക്തികൾ അവർ കല്യാണം കഴിക്കാത്തവരെന്താവട്ടെ, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ കോടതി എന്താ നോക്കുക? വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്താണ്? നിങ്ങളുടെ വീട്ടിലുള്ള 2 പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾ നാളെ ലെസ്ബിയനായിട്ട് പോവാണ്, പ്രായപൂർത്തിയാണെന്ന് പറഞ്ഞാൽ കോടതി ആരെ കൂടെ നിൽക്കുള്ളൂ? അവരെ കൂടെ നിൽക്കുള്ളൂ. നമ്മുടെ ധാർമ്മികത വേറെ, നിയമം വേറെ. എന്ത് സംഭവിച്ചാലും ഈ പ്രവാസിയുടെ ലൈഫ് മൂഞ്ചി, അവരുടെ ഫാമിലി നാണം കെട്ട്. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും സമാധാനം ഉണ്ടാവും എന്നുള്ളതാ. രണ്ടാമത്, ആ സ്ത്രീ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അവര് കുഞ്ഞിനെ നോക്കി ജീവിക്കുക. ഭർത്താവ് ഇമ്മാതിരി ഊളത്തരം ചെയ്യുന്ന ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇനി ഇവരുടെയൊക്കെ രണ്ടുപേരുടെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇനി എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബന്ധം വേറിട്. നിങ്ങൾ ആ മക്കളെയും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയും ഒക്കെ സമാധാനത്തിൽ പരിപാടി അവസാനിപ്പിച്ചിട്ട് വേറെ പൊക്കോ. എന്ത് കുഴപ്പമുള്ളത്? ഇത് മൊത്തം പ്രവാസികൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. ഇതിന് പുതിയൊരു നരേഷൻ കൊടുക്കുന്ന ആളുകൾ, അതായത് പ്രവാസികളായിട്ടുള്ള ചില ആളുകളുടെ ഭാര്യമാർക്ക് അവർക്ക് ആവശ്യമായ പല കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് അവർ തേടി പോകുന്നു എന്ന രീതിയിൽ. എത്ര പ്രവാസികളുണ്ടോ നമ്മുടെ നാട്ടിൽ? എത്ര ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്? അപ്പൊ അത് ഊളത്തരാണ്. പല ആൾ ആ ഒരു നരേഷൻ കൊടുക്കരുത് പ്ലീസ്. എന്തിനാ അങ്ങനെ ഒരു നരേഷൻ? സെക്സ് ആണ് എല്ലാതും എന്ന് വിചാരിക്കരുത് നിങ്ങൾ. സ്നേഹം എന്നുള്ള ഒന്നുണ്ട്. അത് കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഭർത്താവിനോട്, ഉമ്മയോട്, പ്രകൃതിയോട്, എല്ലാത്തിനോടും സ്നേഹം വേണം. ഈ സ്നേഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല. ഏതൊരു ദാമ്പത്യ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇനി ഒന്നും കഴിയുമെങ്കിൽ ഒരു കൗൺസിലിംഗ് അങ്ങ് പോടോ. ഒരു കൗൺസിലിങ്ങിനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിലിന് മെയിൽ ഡോക്ടറെ തന്നെ കാണാം, വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് സ്ത്രീ ഡോക്ടറെ തന്നെ കാണാം. ഇനി അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് അത് കേട്ട് അതിനെന്താണ് വേണ്ടത് പറഞ്ഞു തരും അവര്. അവിടെ ഒരു പ്രണയം പൂത്തുലയേണ്ട ആവശ്യം വരുന്നില്ല. നേരെ തിരിച്ച് മൊബൈൽ ഫോണിലൂടെ കോൾ ചെയ്യുമ്പോഴും വാട്സപ്പ് കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അതിനുള്ളിലേക്ക് കയറി വരുന്നത് പ്രണയം ഓർ കാമം എന്നുള്ളൊരു വില്ല അങ്ങ് കയറി വരിക എന്നുള്ളതാണേ. ഇവിടെ ഇരിക്കണേക്കാൾ നല്ലത് അതാണെന്ന് തോന്നിപ്പോകുന്നത് വലിയ വിഡ്ഢിത്തരാ. അവിടെ ഇവിടെ ഇരിക്കണൊക്കെ ഒരേപോലെയാണ്. സ്നേഹിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്നുള്ളതാണ്.
വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ആ കൊണ്ടുപോയവനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. ഓൻ്റെ ധൈര്യത്തിനാണ് വെളി ഇറങ്ങിപ്പോണത്. ഓൻ വിളിക്കണ്, ഇങ്ങോട്ട് പോരെ, ആരാ എൻ്റെ ഭർത്താവ് കൊണ്ട് വരില്ലേ, അതൊന്നും ഇജ്ജ് പ്രശ്നമാക്കണ്ട. എന്നിട്ട് മുൻ്റെ പൊന്നു മോനെ, ആ സ്ത്രീക്കൊന്ന് ആലോചിച്ചൂടെ, ഇങ്ങനെ സ്വന്തം ഭാര്യനെ ഒഴിവാക്കിയിട്ട് അതോടൊപ്പം തന്നെ മക്കളെയും വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഈ ആണൊരുത്തൻ നാളെ എന്നേക്കാൾ സുന്ദരിയായ മറ്റൊരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ പോകൂല എന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഇതൊക്കെ ഇതിനോടുള്ളൊരു ഒരു ആവേശമുണ്ട്. ഈ ആവേശമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കഴിയും. പക്ഷേ ഇതൊന്നും തലക്കകത്ത് കയറൂല. ഈ പ്രണയം തലക്ക് പിടിച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് 6 മാസം കുട്ടിയുള്ള 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുള്ള ആ പോയവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവരുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാവുക. ഇവർക്ക് ഓരോരുത്തർക്ക് എന്ത് മൂത്തിട്ട് ഇറങ്ങിപ്പോയാലും എന്ത് പരിഗണന, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നമ്മുടെ ഭാര്യ നമ്മളെ പരിഗണിക്കണില്ലെങ്കിൽ, നമ്മുടെ ഭർത്താവ് നമ്മളെ പരിഗണിക്കണില്ലെങ്കിൽ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകലല്ലോ പരിഹാര മാർഗ്ഗങ്ങൾ. ഈ നാട്ടിൽ വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ഇപ്പോൾ സ്വന്തം ഭർത്താവ് നോക്കണില്ല, സ്വന്തം ഭർത്താവിന് സെക്സ് കിട്ടണില്ല, സ്വന്തം ഭർത്താവിൽ നിന്ന് പരിഗണന കിട്ടണില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അധ്വാനിച്ച് ജീവിക്കണോ? നിങ്ങൾ ജോലിക്ക് പോകുക, ജോലിക്ക് പോയിട്ട് ആ മക്കളെ നോക്കില്ല, അത് കണ്ണീ കണ്ടോൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നാടിനെയും നാട്ടുകാരെയും പറയിപ്പിക്കലല്ല വേണ്ടത്. സ്ത്രീക്ക് കിട്ടേണ്ടതെല്ലാം സ്ത്രീക്കും കിട്ടണം, പുരുഷന് കിട്ടേണ്ടതെല്ലാം പുരുഷനും കിട്ടണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിഭവവും ഇല്ലാതെ പോകാം. എന്നാൽ ഇതിനിടയിൽ ഈഗോ, അഹങ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുമ്പോഴാണ് ഈ പ്രശ്നം. ഇത് സ്ത്രീക്കും റെസ്പെക്ട് കൊടുക്കണം, പുരുഷനും റെസ്പെക്ട് കൊടുക്കണം, അന്യോന്യം റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളതാണ്. സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പുരുഷന്റെ അടിമയല്ല, പുരുഷന്റെ ഒരു യന്ത്രമല്ല. അതുപോലെ തന്നെ പുരുഷൻ സ്ത്രീയുടെ യന്ത്രമല്ല, അടിമയല്ല. രണ്ടുപേരും സുഹൃത്തുക്കളായി നോക്കിയേ. സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു കുഴപ്പമില്ല. സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, അല്ലേ? അതല്ലേ വേണ്ടേ? ഇവിടെ സ്ത്രീ എന്റെ ഭാര്യ അടിമയാവണം, എന്റെ ഭാര്യ ഇങ്ങനെയാവണം എന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ പോയി അവിടെ റെസ്പെക്ട് കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കണം. എന്താ റെസ്പെക്ട്? സ്നേഹം തന്നെയാണ് റെസ്പെക്ട് എന്നുള്ളതാണ്. സ്നേഹത്തോടു കൂടി ഒന്ന് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താൽ മതി. ഇത് കിട്ടുന്നില്ല, അതാണ് സംഭവം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതൊക്കെ കിട്ടിയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കഴപ്പ്, വേറൊന്നുമില്ല. ഇവർക്ക് എന്താണെന്നറിയോ, ഇവരിങ്ങനെ ഇരുന്ന് ജീവിക്കുക. വേറൊരുത്തൻ്റെ എനിക്ക് സ്നേഹം കിട്ടായിട്ടാണ്, എനിക്ക് റൊമാൻസ് കിട്ടായിട്ടാണ്. ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കോ, വേറൊരുത്തന്നെ ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ്ങിൽ കിട്ടിയാൽ അപ്പോഴും അതിൻ്റെ കൂടെ ഒരു നിമിഷമെങ്കിലും ഇപ്പോൾ ആ സ്ത്രീക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റുന്നുണ്ടാവുമോ? ആ കുട്ടീൻ്റെ വാപ്പാനെ ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയാം? അതിന് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. ആ ന്യായങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലൊരു മൊറാലിറ്റി ഇല്ലേ? ആ മൊറാലിറ്റിയാണ് ഈ സമൂഹത്തിൽ പോയത്. അതെ, ആ മൊറാലിറ്റിയാണ് ഈ സമൂഹത്തിൽ ഇല്ലാണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ കുഞ്ഞ് നാളെ ആളുകളുടെ മുന്നിൽ എങ്ങനെ നോക്കും? ആ കുഞ്ഞിനെ അവർ തിരിച്ച് നൽകിയില്ല എങ്കിൽ നാളെ ആ കുട്ടി കേൾക്കാൻ പോകുന്നത് നിന്റെ ഉമ്മ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതാണെന്നും നിന്റെ ഉപ്പാനെ അവിടെ ഉപേക്ഷിച്ച് വന്നതാണ് എന്നും പറയില്ലേ? അതേപോലെ തന്നെ ആ മൊബൈൽ ഷോപ്പുകാരനില്ലേ, അയാളുടെ മക്കളോട് നാട്ടുകാർ ഏത് രീതിയിലാണ് പെരുമാറുക? വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കില്ലേ? ആ സ്ത്രീക്ക് ഇറങ്ങി നടക്കേണ്ടതായിട്ടില്ലേ? ആ ഉമ്മക്ക് ഇറങ്ങി നടക്കേണ്ടതായിട്ടില്ലേ? ഇവിടെയും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? ന്യായീകരിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതിനൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല എന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഈ സ്ത്രീയെ കാണാതായി, എൻ്റെ കുഞ്ഞിനെയും കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു പ്രവാസി, ഒരു പോസ്റ്റർ ഇടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വിളിച്ച് പറയാം, ഫോണിൽ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നേരിട്ട് പറയാം. എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല, നമുക്ക് ബന്ധം വേറിട്ട് പോകാം, എനിക്ക് മറ്റൊരാളുമായിട്ട് അടുപ്പം തോന്നി. ഉടനെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും. ആൾക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ ഇത്രത്തോളം നാണക്കേട് ഉണ്ടാവില്ലല്ലോ. രണ്ടുപേരോട് പറയാനുള്ളത്, ഇത്രത്തോളം നാണക്കേട് ഉണ്ടാക്കരുത്. നാളെ ഞങ്ങൾ പുതിയൊരു വാർത്ത കേൾക്കരുതേ എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തോടു കൂടി നിങ്ങൾ ജീവിച്ചോളൂ. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടത് ഇദ്ദേഹത്തിന്റെ കുഞ്ഞിനെയാണ്. അത് തിരിച്ചു നൽകി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളൂ. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ പല ആളുകളും പറയും, ഇതൊക്കെ എന്തിനാണ്, മറ്റുള്ള ആളുകളുടെ കുടുംബജീവിതമല്ലേ എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തി ഇട്ട വീഡിയോ ആണ് നമ്മളെല്ലാവരും കാണുന്നത്. എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനില്ല എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓരോ ദിശയിലൂടെയും സോഷ്യൽ മീഡിയയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വില്ലനായി നിൽക്കുന്നത് ഒരു പക്ഷെ ഒരു മൊബൈൽ ഫോൺ ആകാം, ഒരു പക്ഷേ ഒരു മെസ്സേജ് ആകാം. അത്തരം മെസ്സേജുകൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇത്തരം ചില ടിങ് മെസ്സേജുകളൊക്കെ ഭാവിയിൽ പണികൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനർത്ഥം എല്ലാം പ്രശ്നമാണ് എന്നല്ല. ഒരു അപരിചിതനെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് അവരെന്താണ് ഏതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അവരുടെ ലൈഫ് എങ്ങനെയാണെന്നും നമുക്കറിയാൻ കഴിയില്ല. അതിൽ പോയി വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അതേപോലെ പുരുഷന്മാരുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജീവിതം ഒരാളുടെ കൂടെ ജീവിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് ബന്ധം വേറിട്ട് ഇഷ്ടമുള്ള ലൈഫ് സ്വീകരിക്കുക. നാണക്കേട് ഉണ്ടാക്കരുത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.